മുമ്പ് ഒരു പരസ്യം കൊടുത്തിനല്ല ആ കുളത്തുനിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പ തന്നെ പൊരിച്ചു കൊടുക്കുന്നു. അതില് മീനുണ്ട്, ഒരു തവളക്ക പോലും ഇല്ല. ഞാൻ ഇന്നലെ പെരുതി നോക്കി. പതുക്കെ പറയുന്നു. ആ കുളത്തിന്റെ അടുത്ത് ഒരു ചൂണ്ട ഇട്ടേക്കണണ്ട. ആ ചൂണ്ടയുമ്പോ ഞാനൊരു മീൻ കൊളുത്തിയിട്ടിട്ടുണ്ട്. നീ ആ ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പെടപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കണം. അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോകണം പെടക്കണ പോലെ. അത് ശരിയാക്കി കൊടുക്കും. പക്ഷെ വേറെ കുറെ ഓർഡർ വന്ന് എന്താക്കും? എടാ അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങാട് പൊരിച്ചു കൊടുത്താ പോരെ. ഇനി അത് അവിടെ പോയി കൊപ്പിളിക്കാൻ നിൽക്കണ്ട. എടാ അതൊന്ന് വെച്ചേക്കാണത്. ആള് വന്ന് കൂടിയിട്ടുണ്ടല്ലോ. ചോദിക്കാതെ പറ്റുണ്ടോ അല്ലേട്ടാ? ആ ആളുകൾ ചോദിച്ചാ കൊടുത്താ മതി. എടാ സുധി, നീ അയില വറുത്ത് കടിച്ചു പിടിച്ചേക്കണ എന്താ അവിടെ കൊണ്ട് വെച്ചേ? ഇത് മീശേട്ടാ അയിലല്ല. ശരി, ഇവിടെ നോക്കിയപ്പോ അതിനകത്ത് അവന് അയില കടിച്ചു പിടിച്ചേക്കല്ല. നല്ല തിരക്കാണല്ലോ. ആൾക്കാർ ഭക്ഷണത്തിന് കാത്തിക്കുക. ഇറങ്ങി നല്ല തിരക്കാന്ന് തോന്നുന്നു. നല്ല തിരക്കാ. സത്യന്റെ പറമ്പില് സാപ്പാട് പായലാണ്. എന്താണ് സത്യേട്ടാ? പുതിയായിട്ടൊരു ഹോട്ടൽ തുടങ്ങുമ്പോ നമ്മളോടൊക്കെ പറയണ്ടെങ്കില്. അതെ, ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് തുടങ്ങേണ്ടി വന്നു. അങ്ങോട്ട് തുടങ്ങാ ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാന് രാഘവട്ടം മറുപടി വിവരറിയണേ. എന്നെ രാവിലെ വരാൻ വേണ്ടി വിളിച്ചേ. ഞാനക്ക് വരാൻ പറ്റില്ല. ഞാൻ മൂപ്പര കൂടെ നേരെ കൊണ്ട് പോകുന്നു. ഉസാർ സെറ്റപ്പ് കേട്ടോ. നമ്മുടെ സ്പെഷ്യലൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്ക്. എന്തൊക്കെയാ സ്പെഷ്യൽ? എന്തൊക്കെയാണ്? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് മട്ടൻ മീനാക്ഷി, വരാൽ വർമ്മ, ബീഫ് കോടാലി, ആൻഡ്രോയിഡ് മുട്ടക്കറി, ബീഫ് ബട്ടർഫ്ലൈ. മട്ടൻ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മട്ടനും മീനും കൂടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഗംഭീര സാധനമാണ്. അല്ല ഇത് വരാല് വർമ്മയോ? അതെന്തത് വർമ്മ കുടുംബത്തിലെയാ? അതായത് നമ്മളിപ്പോ ഈ ഷവർമയൊക്കെ ഉണ്ടാക്കൂലേ, അത് മറ്റേ ചിക്കൻ കമ്പിയുടെ ഉള്ളിൽ കുറത്തിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണതല്ലേ. ഇത് നമ്മള് വരാലിനെ പിടിച്ചിട്ട് കമ്പിയിൽ കുറത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ ചെത്തിയിടും. ഒരു പണി, നമുക്ക് ആ മട്ടൻ മീനാച്ചിയും വരാൽ വർമ്മയും ഓരോ പ്ലേറ്റ് എടുത്തോളൂ. പൊറോട്ട ഉണ്ണി മൊയ്തൂക്കാക്കെ മട്ടൻ മീനാക്ഷിയും വരാൽ വർമ്മയും. മുട്ടക്കറി വേണ്ട. ലൈവ് അടിച്ചോ. കുളത്ത് നേരിട്ട് പിടിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നേ. അത് പിടിച്ചു കൊടുക്ക്. അതിലുണ്ടാ കൊച്ചി പിടിച്ചോടാ. പിന്നെ മൊയ്തോ, ഈ വരാൽ വർമ്മയ്ക്ക് കുറച്ച് സമയം എടുക്കും. അതിപ്പോ നമ്മളിവിടെ ഉള്ളത് മതിയോ അതോ ഈ കുളത്തുനിന്ന് പിടിച്ചോ വേണോ? കുളത്തുനിന്ന് പിടിച്ച് ഫ്രഷ് ആയിക്കോട്ടെ. അതെ അപ്പൊ ലേശം സമയം എടുക്കും. അല്ല അപ്പൊ തീറ്റപ്പൊ കൊടുത്തിട്ടുള്ളു. അതെന്ന് ചങ്കന്ന് ഇറങ്ങാനുള്ള ഒരു ലേശം സമയം എടുക്കും. ആർക്ക് തീറ്റ കൊടുത്ത്? കഴിയാതെ കൊല്ലാൻ പറ്റില്ല. ചെലവ് രാഘവട്ടനോ അന്ന് എങ്ങൾക്ക് ലിഫ്റ്റ് മന്മത മന്മോ ഞാൻ അങ്ങോട്ട് വരാം. അതെ, വഴി തെറ്റിയില്ല. അതെ, നമ്മൾ ഇന്നലെ തുടങ്ങി, ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പരിസരത്തുള്ള ആളുകൾ മാത്രമാണ് വരുന്നത്. നമുക്ക് മൊത്തത്തിൽ ഒന്നങ്ങാട് ഒരു വ്ലോഗ് ചെയ്തിട്ടേ. എന്റെ ഒരു എപ്പിസോഡ് പോയി കഴിയുമ്പോൾ നോക്കിയോ, കേരളത്തിലുള്ള മുഴുവൻ മലയാളികൾ ഇവിടെ വരും. അതെനിക്കറിയാം. പിന്നെ പ്രവാസികളെല്ലാം ഉണ്ടല്ലോ, എല്ലാം നാട്ടിൽ വന്നു ഇവിടെ വരും. ഒരു കാര്യം ചെയ്ത ഈ പറമ്പെല്ലാം മേടിച്ചിട്ടോ ഇങ്ങോട്ടും കൂടെ ഡെവലപ്പ് ചെയ്യണം. ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. അച്ഛനാണ്, വൈഫിന്റെ അച്ഛനാണ്. ചേട്ടാ, ഇവിടെ ഒരു കടയുണ്ടല്ലോ, സത്യേട്ടന്റെ ഒരു ഹോട്ടല്, ഈ പറമ്പിലെ ഷാപ്പാട് എന്ന് പറഞ്ഞിട്ട്. പറമ്പിൽ കഴിച്ചിട്ട് അവസാനം പറമ്പിൽ ഇരിക്കേണ്ടി വരും. ഇതെന്താണ് സ്പെഷ്യൽ? പണ്ട് പട്ടിക്കൊക്കെ കൊടുക്കൂലേ എല്ലാം കൂടി ഇട്ടിട്ട്. ഇതിപ്പോ ചട്ടിച്ചോറ് ഭയങ്കര. അതെ, പണ്ട് പട്ടിച്ചോറായിരുന്നു, ഇപ്പൊ ചട്ടിച്ചോറായിരുന്നു. അപ്പൊ ഇത് പട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ പഴയ ഭക്ഷണമായിരുന്നു. കൊടുക്കുമ്പോ നമ്മൾ കുഴക്കും. ഇത് കുഴച്ചോളൂ, കുഴച്ച് കഴിക്കാന്നുള്ളതാണ്. ഇതെന്താണ് സ്പെഷ്യൽ? ചട്ടിക്കപ്പ ബീഫ്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണയാണോ അതോ ഉണ്ടാക്കി നോട്ട് വെക്കണയാണോ അതോ ചട്ടിയോട് കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? എങ്ങനെയാണ് ചെയ്യുന്നത്? ഉണ്ണി വലത്തിയത് എടുക്കാം. കൊന്നതല്ല, ഉണ്ണി വലത്തിയ ബീഫ്.
ഈ വരാല് മീനാണ് ഉറങ്ങിയേക്കണേ? വരാലോ ഉറങ്ങാത്ത വല്ല മീനുണ്ടോ?